അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട ബഹുമാന്യ സുഹൃത്തും ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ഡോക്ടർ മുബഷിർ പാലത്ത് മരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ആ ഒരു ക്ലാസ്സിന് ശേഷം മരണത്തെക്കുറിച്ച് വളരെ ഗൗരവമായിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു സദസ്സിന് മുമ്പിൽ തന്നെ ആ വിഷയത്തിൻ്റെ ഇസ്ലാമിക വീക്ഷണങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടുന്ന സമയത്ത് വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. മരിക്കുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം ചികിത്സ നടത്തിയ പല ആളുകളും രക്ഷപ്പെട്ട് കുറേ കാലം ജീവിച്ചു. എന്നാൽ മരിക്കാൻ സാധ്യതയില്ല, രക്ഷപ്പെടും എന്ന് ഉറപ്പോടുകൂടി ചികിത്സ നടത്തിയ പല ആളുകളും പെട്ടെന്ന് മരണപ്പെട്ടു എന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ വിചാരിക്കുന്നിടത്തല്ല മരണം കിടക്കുന്നത്. മരണമെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് മനുഷ്യർ തീരുമാനിക്കുന്നിടത്തോ ശാസ്ത്രം തീരുമാനിക്കുന്നിടത്തോ അല്ല. അതിനുമപ്പുറത്ത് പ്രപഞ്ചനാഥൻ്റെ കയ്യിലാണ്, നിയന്ത്രണത്തിലാണ് മരണമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു വാചകം അതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കളും യുവതികളുമായ ആളുകൾ, ഇതൊന്നും ചിന്തിക്കാതെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ സന്ദർഭവും ഓരോ സമയവും ആനന്ദത്തിലും ആഘോഷത്തിലുമാക്കാൻ തിടുക്കം കൂട്ടാം. എന്ത് പ്രോഗ്രാമും ഒരു അടിച്ചുപൊളിയാക്കി, ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു കൾച്ചറിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് കുട്ടികൾ വരുന്നു. അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. നിങ്ങൾ നോക്കൂ, നമ്മുടെ റമദാൻ മാസത്തിലാണ് നിൽക്കുന്നത്. ഇഫ്താർ പ്രോഗ്രാമുകൾ നടക്കും. ആ ഇഫ്താർ പ്രോഗ്രാമുകളും പോലും അതൊന്നൊരു കുറേ ഫോട്ടോ എടുക്കുകയും കുറേ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ സംസാരങ്ങളും അല്ലെങ്കിൽ അടിച്ചുപൊളികളും ഒക്കെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ ഇഫ്താർ പ്രോഗ്രാമുകളെ പോലും കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ കാലത്തുള്ള സംസ്കാരങ്ങൾ മാറാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സംസ്കാരങ്ങൾ ഏറെ ഒരു ആഘോഷമായിക്കൊണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസുകൾ നോക്കുന്ന സമയത്ത് എന്തും ആഘോഷിക്കുകയാണ്. അതല്ലെങ്കിൽ ഈ ഒരു പേടി തന്നെ, മരിച്ചു പോണ്ടേ എന്നുള്ളൊരു പേടി തന്നെ ഇല്ലാത്ത രീതിയിൽ തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കും, എന്താണ് ഇങ്ങനെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ പടച്ചോനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത രീതിയിലേക്ക് ഈ തലമുറ മാറാനുള്ള കാരണം എന്ത് എന്ന് പല ആളുകളുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. അവിടെയാണ് നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടേണ്ടത്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ കയറി വരുമ്പോൾ സ്വഹാബികളെല്ലാവരും കൂടി കൂടിയിരുന്ന് സന്തോഷിക്കുകയാണ്. അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ച് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വഹാബിമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, നിങ്ങളുടെ എല്ലാ സന്തോഷത്തെയും തച്ച് തകർക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു മരണത്തെ നിങ്ങൾ എല്ലായ്പ്പോഴും ഓർക്കണം. കണ്ടോ, മരണമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സന്തോഷത്തെ, നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുമെന്ന. നമ്മൾ എത്ര ആനന്ദിക്കുകയാണെങ്കിലും അത് എല്ലാം സ്റ്റോപ്പായി പോകും. നമ്മുടെ വീട്ടിൽ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർ പോലും നിശ്ചലമായി നിശബ്ദമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വീട് മാറുന്ന ഒരു സന്ദർഭമാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, അധികം ആളുകളും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ കൊല്ലം ജില്ലയിൽ ഐസക് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കൂടെ ജലീൽ മദനിയും കൂടി ഉണ്ടായിരുന്നു.
അദ്ദേഹം പറയാണ്, അദ്ദേഹം അങ്ങോട്ടേക്ക് വന്ന അതിൻ്റെ തൊട്ട് ദിവസം മുമ്പ് വയനാടിൽ നിന്ന് ചുരമിറങ്ങി ഒരു ഇന്നോവയിൽ ഒരു സഹോദരിയും അവരുടെ മകനും കൂടി അവരുടെ ജ്യേഷ്ഠത്തിയെ ഉംറയ്ക്ക് വേണ്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാൻ പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ഉംറയ്ക്ക് കൊണ്ടുപോയി ആക്കുന്ന സഹോദരി അവരെ ജ്യേഷ്ഠത്തിയാണ് ഉംറയ്ക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൽ ആരായിരിക്കും എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിട്ടുണ്ടാവുക? അനിയത്തിയാണോ ജ്യേഷ്ഠത്തിയാവോ? എല്ലാവരും കണ്ട് എന്തെങ്കിലും പൊരുത്തപ്പെടണം കേട്ടോ, യാത്ര പറയുകയാണ്, നമ്മൾ കണ്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞ് കയ്യും പിടിച്ച് തെറ്റുകളൊക്കെ പൊരുത്തപ്പെടിച്ച് ഇടപാടൊക്കെ തീർത്ത് പോയത് ജ്യേഷ്ഠത്തിയായിരിക്കും അനിയത്തിയായിരിക്കോ? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം. ജ്യേഷ്ഠത്തിയായിരിക്കും, ഉംറയ്ക്ക് പോണ ആളായിരിക്കും. അങ്ങനെ ആ ജ്യേഷ്ഠത്തിയെ കാലിക്കറ്റ് എയർപോർട്ടിൽ കരിപ്പൂരിൽ കൊണ്ടുപോയി ആക്കി തിരിച്ച് ആ വാഹനത്തിൽ ചുരം കയറുമ്പോൾ ആ വാഹനം ഓടിച്ചിരുന്ന ആ ഡ്രൈവർ ഉറങ്ങിയത് കൊണ്ടോ മറ്റോ അത് കുഴിയിലേക്ക് വീണു, അനിയത്തി മരണപ്പെട്ടു. നിങ്ങളൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ആ അനിയത്തി ജ്യേഷ്ഠത്തി പറഞ്ഞതുപോലെ എല്ലാ ഇടപാടും തീർത്ത് യാത്ര പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്? ഉണ്ടാവോ? ജ്യേഷ്ഠത്തി വിചാരിച്ചു ഞാനിനെങ്ങാനും തിരിച്ചു വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് മരണത്തിന് വരെ തയ്യാറായിപ്പോയി. പക്ഷെ അനിയത്തി വിചാരിച്ചത് ഞാനിപ്പോഴൊന്നും മരിക്കൂല, അതുകൊണ്ട് എനിക്കത് ബാധകല്ല എന്നാണ് ധരിച്ചു വെച്ചത്. ഈ ഇരിക്കണ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ഞഹമ്മദ് സാഹിബ് മരണപ്പെട്ടു പോയി. പ്രായം അദ്ദേഹം അള്ളാഹു അദ്ദേഹത്തിന് മഅഫറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെ പോലെ പ്രായമുള്ള ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടാകും, പ്രായം കുറഞ്ഞ ആളുകളുണ്ടാവും. ഈ സദസ്സിൽ വളരെ പ്രായം കൂടിയ ആളും ചെറിയ കുട്ടികളും ഒരേപോലെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയോ? ഞാനിപ്പോഴൊന്നും മരിച്ചു പോവില്ല, എനിക്ക് ഇനിയും കുറേ കാലം ജീവിക്കാനുണ്ട് എന്ന് നമ്മളിൽ പല ആളുകളും ഒരേപോലെ വിചാരിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ അതൊരു വിരോധാഭാസമാണ്. ചെറിയ പ്രായമുള്ള കുട്ടി വിചാരിക്കണത് എനിക്ക് ഇനി കുറേ കാലം ജീവിക്കാനുണ്ട്, പ്രായമുള്ള ആൾ വിചാരിക്കണത് കുറേ കാലം ജീവിക്കാനുണ്ട്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുള്ള, വല്ലാതെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു മരണം. അത്ര എന്നെ സ്വാധീനിച്ച മരണങ്ങൾ വളരെ കുറവാണ്. പക്ഷെ എന്നെ ഏറ്റവും ഈ അടുത്ത കാലത്തേവും സ്വാധീനിച്ച, എൻ്റെ ഉമ്മാൻ്റെ മരണം അല്ലാതെ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു മരണം, എൻ്റെ പ്രിയ സുഹൃത്ത്, സമപ്രായക്കാരൻ, സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് വളരെ അടുത്ത് പരിചയമുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് നിസാറിൻ്റെ മരണമാണ്. നിസാറിൻ്റെ ഉപ്പയടക്കമുള്ള ആളുകൾ ഇവിടെ സദസ്സിലുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും നിസാറിനെ വളരെ അറിയുന്ന ആളുകൾ എന്ന നിലക്ക് നമുക്കത് ഓർക്കാതെ പോകാൻ കഴിയില്ല. നിസാറിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് അതേപോലെ ഖബറടക്കം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിസാറിൻ്റെ അനിയൻ ജമീലുമായിക്കൊണ്ട് കുറച്ചു നേരം സംസാരിക്കണം. എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ജമീലായിരുന്നു നിസാറിൻ്റെ കൂടെ അവസാന സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. ജമീൽ പറഞ്ഞത് പ്രകാരം ഞാൻ മനസ്സിലാക്കിയത്, ഒരു ദിവസം ഒരു കുടുംബത്തോടൊപ്പം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് എല്ലാവരും വിശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജക്കരിയാണെന്ന് തോന്നുന്നു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടോ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു, നിസാറിന് വയ്യ, പനിയുണ്ട്. പക്ഷെ നിസാറിനെ സംബന്ധിച്ചിടത്തോളം പനി ഇടയ്ക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. അത് കാര്യമാക്കിയില്ല. വൈകുന്നേരമായപ്പോൾ ക്ഷീണം കൂടിയ സമയത്ത് നമ്മൾ പലപ്പോഴും പറയും ഒരു അസുഖം വന്ന് അത് ഡോക്ടറെ കാണിക്കാത്തത് കൊണ്ടാണ് കൂടിയെന്ന് പറയും. ഇതങ്ങനെ ഒന്നും ഇതിൽ സാധ്യതയില്ല. കാരണം അസുഖം വന്ന ഉടനെ തന്നെ കൃത്യമായി ഡോക്ടറെ കാണിച്ചു, മരുന്ന് വാങ്ങിച്ചു, ടെസ്റ്റുകൾ നടത്തി. അങ്ങനെ മരുന്നുമായി ടെസ്റ്റുകളൊക്കെ റിസൾട്ടൊക്കെ വാങ്ങി എന്ത് ചെയ്തു, റൂമിലേക്ക് എത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഉറങ്ങാൻ കിടന്ന സമയത്ത് രാത്രിയും പനിയും ക്ഷീണവും അധികമായിക്കൊണ്ട് അദ്ദേഹം അവശനായിട്ടുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നിസാറിൻ്റെ ഭാര്യ ഈ വിവരം പറഞ്ഞപ്പോഴാണ് ജമീൽ അറിയുന്നത്. ജമീൽ പറഞ്ഞു രാത്രി തന്നെ വിളിച്ചുകൂടായിരുന്നു ചോദിക്കുന്നുണ്ട്. അങ്ങനെ 2-ാം ദിവസവും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തി അവിടുന്ന് പിന്നെ വീൽ ചെയറിൽ ചെന്ന് ഇരുന്ന് അവിടെ ആ ഡോക്ടറെ കാണിക്കുന്നത് വരെയുള്ള സമയം വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ICUയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജമീൽ കൗണ്ടറിൽ പോയി ചെയ്യുന്നതിനിടയിൽ കൂടെയുള്ള ഒരാൾ വന്ന് പറഞ്ഞു ക്ഷീണം കൂടിയിട്ടുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ രോഗം മൂർച്ഛിച്ചു.
അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുന്ന സമയത്ത് ശരീരത്തിൽ യാതൊരുവിധ ട്രീറ്റ്മെൻറ്റുകളും എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇൻഫെക്ഷൻ ശരീരത്തിൻ്റെ ഉള്ളിലെ ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ ബാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ശരീരത്തിൽ ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടിയപ്പോൾ ഡോക്ടർ ഒരു അഭിപ്രായം പറഞ്ഞു, ബ്ലഡിൽ ഇൻഫെക്ഷൻ കൂടിയത് ഇനി പരിഹരിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, നമുക്ക് ഡയാലിസിസ് ചെയ്ത് നോക്കാം. അങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് മൊത്തം എടുത്തു, അത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് ശരീരത്തിൽ കയറ്റാൻ നിൽക്കുന്ന സമയത്ത് ആ ബ്ലഡ് ശരീരത്തിൽ കയറുന്നില്ല. കാരണം ഇൻറ്റേർണൽ അവയവങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ശുദ്ധീകരിച്ച രക്തം ഉള്ളിലേക്ക് കയറുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ വന്നു. ആ സമയത്തേക്ക് ഉമ്മയും അടക്കമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തി, സന്ദർശിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കുറ്റൂർ വേറെ സമയത്ത് പോയപ്പോൾ മമ്മൂട്ടിയേജ് അദ്ദേഹം ഈ വിവരം പറഞ്ഞ് ദീർഘനേരം മകന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പോണതിന് മുമ്പ് തന്നെ. ആ രീതിയിൽ ഉമ്മയും പ്രാർത്ഥനയോട് കാത്തിരിക്കുന്നു, കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇസ്ലാഹി പ്രവർത്തകർ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഏറ്റവും ലോകത്തിലെ തന്നെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ വന്ന് വിദഗ്ധ ചികിത്സയോടുകൂടി എല്ലാ സജ്ജീകരണങ്ങളും അവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല സജ്ജീകരണത്തോട് പ്രത്യേകം ഒരു റൂമിൽ പ്രത്യേക പരിചരണത്തിൽ എല്ലാ സംവിധാനങ്ങളും റെഡിയാണ്. അങ്ങനെ ആ സംവിധാനങ്ങൾക്കൊക്കെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാലാകമാർ നിസാറിനെ ഈ ലോകത്ത് നിന്ന് വിളിച്ചു കൊണ്ടുപോയത്. ഞാൻ മനസ്സിലാക്കുന്നത്, നിസാറിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു സാമ്പത്തിക സൗകര്യം ലഭിക്കാതിരുന്നിട്ടില്ല. അതേപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സ ലഭിക്കാതിരുന്നിട്ടില്ല. ഏറ്റവും മികച്ച ഡോക്ടർമാർ, ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, ലോകത്ത് ഉപ്പയും അടക്കം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് ആളുകൾ, ഇങ്ങനെ എല്ലാ പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിട്ട് പോലും പടച്ചുറപ്പിൻ്റെ തീരുമാനത്തിൻ്റെ സമയമായപ്പോൾ അദ്ദേഹത്തിന് ഈ ലോകത്തു നിന്ന് പോകേണ്ടി വന്നു. സഹോദരന്മാരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ നമുക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പോകേണ്ടി വരും. ആണോ? ഒരാൾക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, പ്രിയപ്പെട്ട സഹോദരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മയും പിരിയാന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത കാര്യവും, അതേപോലെ തന്നെ സ്വന്തം മക്കളെ പിരിയാന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത കാര്യവും, സ്വന്തം ഇണയെ പിരിയാന്നുള്ളത് സഹിക്കാൻ പറ്റാത്ത കാര്യവും. ചില ആളുകളൊക്കെ വിചാരിക്കും, ഞാനില്ലെങ്കിൽ എൻ്റെ കമ്പനി എങ്ങനെ നടക്കും, എൻ്റെ സ്ഥാപനം എങ്ങനെ നടക്കും, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും. സഹോദരങ്ങളെ, നമ്മളില്ലാതെ ഒന്നും നടക്കില്ല എന്ന് തോന്നുന്ന എല്ലാം ഇവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് നമ്മൾ പോകേണ്ട ദിവസത്തിനാണ് മരണം എന്ന് പറയാം. ഞാനില്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ജീവിക്കും, എൻ്റെ കുട്ടി എങ്ങനെ ജീവിക്കും എന്ന് തോന്നുന്ന നമ്മൾ മനസ്സിലാക്കണം, ഞാനില്ലാതെ അവരെങ്ങനെ ജീവിക്കുമെന്ന് വിചാരിക്കുന്ന എൻ്റെ ഉപ്പയെയും എൻ്റെ ഉമ്മയെയും എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും ഞാൻ ഉപേക്ഷിച്ച് പോകേണ്ടതിനാണ് മരണമെന്ന് പറയാം. ഞാനില്ലെങ്കിൽ എൻ്റെ വീട് പണി എങ്ങനെ നടക്കുക? ഇതൊക്കെ ചിന്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇട്ടെറിഞ്ഞ് പോകേണ്ടി വരുന്ന ഒരു നിമിഷമുണ്ട്. അതാണ് സഹോദരങ്ങളെ മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അതിന് മുമ്പിൽ ഞാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാവുകയില്ല. നിസ്സഹായനായി പോവും. എന്ത് തന്നെ നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് എല്ലാ സൗകര്യം എന്തു തന്നെ റെഡിയായി നിന്നാലും അവർക്കൊന്നും നമ്മളെ കൊണ്ടുപോകാൻ വന്ന മരണത്തിൻ്റെ മാലാകമാർക്ക് മുമ്പിൽ, അല്ലേ, മലക്കുൽ മൗത്തിന് മുമ്പിൽ അവരെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇവിടെ പല ആളുകളെ മരണം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ആശ്ചര്യപ്പെടും, അതും ഭയങ്കര മരണമായിപ്പോയി, ചിലപ്പോൾ അള്ളാഹു നേരത്തെ വിളിച്ചതാകാം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചിട്ടല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരണം എങ്ങനെയാകുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ നല്ലൊരു പുഷ് ബാക്ക് സീറ്റാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സീറ്റ്, നല്ല കംഫർട്ടാണ്, ചൂട് കുറവാണ്, അല്ലേ? ആ പുഷ് ബാക്ക് സീറ്റിൽ ചാരി ഇരുന്നു കൊണ്ട് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എങ്ങനെയുണ്ടാകും? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ ഞാൻ മരിച്ചാൽ എങ്ങനെയാകും, അല്ലെങ്കിൽ എൻ്റെ മരണം എങ്ങനെയാകും? നമ്മൾ വല്ലപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ് ഞാൻ സമയം തരികയാണ്, നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്. ഒരു മിനിറ്റ് ഒന്നും വേണ്ട, സെക്കൻഡുകൾ സമയം മതി. നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയായിരിക്കും മരിക്കുക, എൻ്റെ മരണം എങ്ങനെയാകും, ഞാൻ എങ്ങനെയാണ് അതിനെ ചിന്തിച്ചിട്ടുള്ളത്? എൻ്റെ മരണം പലപ്പോഴും പല ആളുകളെ സംബന്ധിച്ചോളം ഇത്രയും കാലം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എത്ര മരണങ്ങൾ കേട്ടാലും എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അതെന്തേ നമ്മൾ ചിന്തിക്കാത്തത്? പ്രധാന കാരണം നമ്മൾ മരിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. ഓക്കെ, ഇനി എൻ്റെ ശബ്ദമൊന്ന് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിങ്ങളൊരു നിമിഷം ചിന്തിക്കുകയാണ്,
നിങ്ങൾക്ക് ശാരീരികമായ ഒരു അസ്വസ്ഥത വരികയാണ്, അങ്ങനെ വലിയ പ്രയാസങ്ങളായി ആശുപത്രിയിൽ നിങ്ങളെ കൊണ്ടുപോയി, എന്തുമായിക്കോട്ടെ കേട്ടോ. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ICUയിലേക്ക് മാറ്റി, വീണ്ടും നിങ്ങൾ പ്രഷറും ഒക്കെ അതേപോലെ ഓക്സിജൻ്റെ വേരിയേഷനൊക്കെ വന്നു, അങ്ങനെ വെന്റിലേറ്ററൊക്കെ മാറ്റി, അവസാനം നമ്മൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ ദിവസത്തിൽ നമ്മൾ മരണപ്പെടുകയാണ് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ? എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ മരണപ്പെട്ടു എന്ന് ഒന്ന് നിമിഷം ചിന്തിച്ചു, ഞാൻ മരണപ്പെട്ടു. അങ്ങനെയെങ്കിൽ എൻ്റെ വീട്ടിലേക്ക്, ഇപ്പോൾ ഉള്ള എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മയ്യത്ത് ആംബുലൻസിൽ കൊണ്ടുവരും. ആംബുലൻസിൽ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിർത്തും. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറേ ആളുകളുണ്ടാവും, എൻ്റെ കുടുംബക്കാർ, നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ മയ്യത്ത് ആംബുലൻസിൻ്റെ ഡോർ തുറന്ന് എല്ലാവരും കൂടി പിടിച്ച് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലെ ഹാളിൽ കിടത്തി ഒരു കട്ടിൽ കൊണ്ടുവന്ന് കിടത്തും. അങ്ങനെ നിലവിലുള്ള എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടച്ച് എന്ത് ചെയ്യും, ഒന്ന് ഒരു തുണി കൊണ്ട് മൂടിയിടും. കുറേ ആളുകൾ എന്നെ ഇങ്ങനെ കാണാൻ വരും. ഞാൻ പിരിഞ്ഞതിൻ്റെ സങ്കടത്തിൽ എൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ട് എൻ്റെ മക്കൾ ചിലപ്പോൾ കരയുന്നുണ്ടാകും. എൻ്റെ ഇണ, ഭാര്യ, ഭർത്താവ് സങ്കടം സഹിക്കാൻ വയ്യാതെ പ്രയാസപ്പെടുന്നുണ്ടാകും. എൻ്റെ ഉപ്പയോ ഉമ്മയോ എൻ്റെ നഷ്ടം സഹിക്കാൻ വയ്യാതെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നുണ്ടാകും. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും എന്നെ ഇങ്ങനെ കാണാൻ വരുന്നുണ്ടാവും. അവരൊക്കെ പറയുന്നുണ്ടാകും, ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരെ കാര്യം, അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, അള്ളാഹു നേരത്തെ വിളിച്ചു, ഇനി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ നമ്മളെ കണ്ട്, നമ്മളൊരു നോക്ക് കണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആളുകളുണ്ടാകാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ ചോദിക്കും, മയ്യത്ത് കുളിപ്പിക്കണ്ടേ? മയ്യത്ത് കുളിപ്പിക്കാനുള്ള ആളുകളൊക്കെ റെഡിയായി നമ്മളെ കുളിപ്പിക്കുന്ന ടേബിൾ കൊണ്ട് അങ്ങോട്ട് എടുത്തു വെച്ചു. നമ്മളെ വളരെ അടുത്ത ആളുകൾ നമ്മളെ കുളിപ്പിക്കുന്നു. കുളിപ്പിക്കൽ കഴിഞ്ഞ് നമ്മളെ കഫൻ ചെയ്യുന്നു. കഫൻ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മുടെ മഹല്ല് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മയ്യത്തും കെട്ടിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുന്നു. എന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ അടക്കുന്നു. എന്നിട്ട് കൊണ്ടുപോവുകയാണ്. ശരിക്കും ആലോചിക്കണേ, നമ്മുടെ ശരീരത്തിലെ ജീവൻ പോയപ്പോഴേക്ക് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഉമ്മ, ഉപ്പ, മക്കൾ, ഭാര്യ, ഭർത്താവ് ഇവരെ സമ്മതത്തോടു കൂടി വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെന്നേക്കുമായി കൊണ്ടുപോകണം. നമ്മളെ കൊണ്ടുപോകുമ്പോൾ മയ്യത്തും കെട്ടിനുള്ളിൽ നമ്മളിരിക്കുന്നു. കുറേ ആളുകൾ നമ്മളെ ചുറ്റും കൂടി ഇങ്ങനെ യാത്രയാക്കുന്നു. നമ്മുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തുകൂടി നമ്മളിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ഇനി ഞാൻ തിരിച്ചു വരില്ല, പക്ഷെ എൻ്റെ കൂടെ വരുന്ന എല്ലാവരും എന്നെ ഖബറടക്കിയതിന് ശേഷം വീണ്ടും അവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര ഞാൻ പോവാണ്. പലപ്പോഴും ഈ സമയത്ത് പലരും വിചാരിക്കണം എന്തായിരിക്കും എന്നറിയാം. ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ വിചാരിക്കണത്, പടച്ചോനെ ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ എന്താകും? പടച്ചോനെ ഞാൻ മരിച്ചാൽ എൻ്റെ ഉമ്മാനിപ്പാനും ഞാൻ ആരാ നോക്കുക? പടച്ചോനെ ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ ആരാ ഉള്ളത്? പടച്ചോനെ ഞാൻ പോയ എൻ്റെ കുട്ടിക്കും എൻ്റെ മാപ്പിളക്കും ആരാളുള്ളത്? റബ്ബേ, അവർക്ക് ആരാ നോക്കുക? ഇങ്ങനെ എല്ലാവരും വിഷമിക്കൂലേ എന്നാണ് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ ഞാൻ പറയുന്നു, ഇവരൊന്നുമല്ല ശരിക്ക് വിഷമിക്കുക, ഇവരൊന്നുമല്ല ശരിക്ക് പ്രയാസപ്പെടുക. ആരാന്നറിയോ? മരിച്ചത് ഞാനാണെങ്കിൽ ഞാനാകും ഏറ്റവും പ്രയാസപ്പെടുക. കാരണം എനിക്ക് മനസ്സിലായി, ഈ ദുനിയാവിൽ എൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു. ഇതുവരെ ഞാൻ ചെയ്ത എൻ്റെ അമൽ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ, അത് മാത്രമേ എനിക്ക് ഉപകാരപ്പെടുള്ളൂ. മരിക്കൂല എന്ന് വിചാരിച്ച് എൻ്റെ സുഖത്തിനും എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും അനുസരിച്ച് ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ ഇനിതാ ഞാൻ അനുഭവിക്കാൻ പോവാണ്. അല്പസമയം കഴിഞ്ഞാൽ കൂരിട്ടുള്ള ഖബറിലേക്ക് എന്നെതാ കൊണ്ടുപോകും. പടച്ചോനെ, അവിടെ കൂരിട്ടാവുമല്ലോ. ആ ഖബറിൻ്റെ ഉള്ളിൽ ഞാൻ തനിച്ചിരിക്കുമ്പോൾ അവിടെ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് റബ്ബേ ആരാനുണ്ടാവുക? എൻ്റെ കൂടെ എൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്ന എൻ്റെ ഇണയുണ്ടാവില്ലല്ലോ, എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടാവില്ലല്ലോ, എൻ്റെ കൂട്ടുകാരുണ്ടാവുമോ? ആരാരും വരാത്ത സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണല്ലോ എന്ന പ്രയാസവും പരിതാപവും വിഷമവും ഒക്കെ ശരിക്ക് ആർക്കുണ്ടാവുമെന്നോ? മരിച്ചു പോണ ആൾക്കാണ്. ഭാര്യയ്ക്ക് കുറച്ച് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. ആ വിഷമം എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ മാറും. മക്കളെയും വിഷമം കുറച്ച് കഴിഞ്ഞാൽ മാറും. ഈ ദുനിയാവിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ അവരൊന്നും കാലാകാലം നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കില്ല. എന്തേ കാരണം? നമ്മളെ ഉമ്മ മരിച്ചു പോയില്ലേ? ഏറ്റവും പ്രിയപ്പെട്ട ഒരാളല്ല ഉമ്മ.
ഉമ്മ മരിച്ചു പോയല്ലേ, ഉമ്മ മരിച്ചു പോയാൽ എൻ്റെ ഉമ്മയും മരണപ്പെട്ടതാണ്. ഉമ്മ മരിച്ചു പോയ ആരെങ്കിലും ഉമ്മ മരിച്ചു എന്ന് വിചാരിച്ച് കാലാകാലം കരഞ്ഞിരിക്കണ്ടോ? ഇല്ല. അത് മറന്നുപോയല്ലേ. അത്രയൊന്നും വലിയ ബന്ധം നമ്മളുമായിട്ട് ആർക്കും ഉണ്ടായിക്കോണമെന്നില്ല. നമ്മളെ ഉമ്മയെ മറന്നതുപോലെ നമ്മളെയും എല്ലാവരും മറക്കും. പക്ഷേ ഒറ്റപ്പെടൽ, എല്ലാ പ്രയാസവും അനുഭവിക്കാൻ പോകുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ ഭയപ്പെടാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ കുറേ ആളുകളുണ്ടാവും. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? നമ്മളെ എടുത്ത് നേരെ നമുക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിൽ കുഴിച്ചു വെച്ച ഖബറിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അവിടെ നമുക്ക് വേണ്ടി കുടിച്ച ഖബർ റെഡിയാണ്. അവിടെ ചുറ്റും ആളുകൾ നിന്നുകൊണ്ട് നമ്മളെടുത്തു, നമ്മളെ ഖബറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു, അല്ലേ? നമ്മളെ കെട്ടുകളെ കഴിച്ചു വെച്ചു. എന്നിട്ട് അതിനെ മേലെ കല്ല് വെക്കുന്നു. അങ്ങനെ കല്ല് വെച്ച് അവസാന കല്ലും വെക്കുന്നതോടു കൂടിയിട്ട് നമ്മുടെ ഖബറിൻ്റെ ഉള്ളിലേക്കുള്ള പ്രകാശത്തിൻ്റെ അവസാന കിരണവും അവസാനിച്ചു. നമ്മൾ നന്നായി കണ്ണടച്ച് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇരുട്ട് കാണാൻ പറ്റും. എന്നാൽ ഇതിനേക്കാൾ കൂരിരുട്ടായിരിക്കും നമ്മുടെ ഖബറിൻ്റെ ഉള്ളിൽ. നിങ്ങൾ നോക്കൂ, എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ എൻ്റെ മകൻ എന്ത് ചെയ്യുന്നു? എൻ്റെ മകൻ്റെ പോക്കറ്റിൽ നിന്ന് 1 രൂപയുടെ നാണയം അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു നോട്ട് എൻ്റെ ഖബറിലേക്ക് വീണെന്ന് വിചാരിക്കാം. എന്താ പറയുക? കൂടുതൽ ആൾ പറയും, ആ നോട്ട് ഇങ്ങോട്ട് ഇടുക്കി, ആ ചില്ലറ ഇങ്ങോട്ട് ഇടുക്കി എന്ന് പറയും. കാരണം എന്താണ്? ആ ഖബറിൻ്റെ ഉള്ളിൽ 1 രൂപ കൊണ്ട് പോലും 10 രൂപൻ്റെ ഒരു നോട്ട് കൊണ്ട് പോലും ഒരു ഉപകാരവുമില്ല എന്ന് ചുറ്റുമുള്ള ആളുകൾക്കറിയാം. അങ്ങനെ വെച്ചു. എല്ലാവരും വന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും മണ്ണ് വാരിയിട്ടാണ്. 3 പിടി മണ്ണ് വാരിയിട്ടു. പിന്നെ തസ്ബീഹ് ചൊല്ലിയാണ്. എന്താ തസ്ബീഹ്? എന്താണ്? അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻ ദ സുആൽ. പടച്ചോനെ, ഈ ആൾക്ക് സബ്ബിത്തുഹു, ഒരു സ്ഥൈര്യം, ഒരു ധൈര്യം, ഒരു ഉറപ്പ് കൊടുക്കണേ. ഇൻ ദ സുആൽ, ഞങ്ങൾ പോയാൽ ഇവിടെ ചോദ്യം ചെയ്യൽ വരാനുണ്ട്. ഇനിയോ അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻ ദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചോനെ, ചോദിക്കുന്ന സമയത്ത് അൽഹിം, ഇൽഹാമ കൊടുക്കണേ, ഉത്തരം പറയാൻ അദ്ദേഹത്തിന് തോന്നിപ്പിക്കണേ എന്ന. പിന്നെന്താണ്? അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. പടച്ചോനെ, ഈ ആളുടെ ഖബറ് പരസ്പരം ഇടുങ്ങുന്ന സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സഹാബിയെ ഖബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു എന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഖബറടക്കി നമ്മൾ തിരിച്ചു പോയപ്പോൾ ആ ഖബറിന് 2 ചുമരുകൾ എന്ത് ചെയ്തു? അത് പരസ്പരം അങ്ങ് ചേർന്നു. അയാളുടെ വാര്യരുകൾ തമ്മിൽ പരസ്പരം കോർത്തു. ശരീരത്തിൻ്റെ എല്ലാ എല്ലുകളും പൊട്ടിയിട്ടുണ്ടാകാം. അങ്ങനെ സുമ്മ ഫറജ അൻഹു, പിന്നെ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായതുകൊണ്ട് ഖബർ എന്ത് ചെയ്തു? വിശാലമാക്കി കൊടുത്തു. സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഓരോ മിനിറ്റിലും 12 മുതൽ 14 തവണ ശ്വാസം എടുത്തുകൊണ്ട് ഹൃദയത്തിൽ 69, 70, 71, 72 പിന്നെ ശരാശരിയിൽ ശരീരത്തിൻ്റെ ഹൃദയമിടിപ്പോടുകൂടി ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ അവസരത്തിൽ ഞാൻ അവസാന നിസ്കരിച്ച നിസ്കാരം എത്രത്തോളം എന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ, ഉമ്മ അറിയാതെ, ഉപ്പ അറിയാതെ ഞാൻ ചെയ്ത തെറ്റുകളും അതേ കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ എന്തൊക്കെയാണെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ. ആ എൻ്റെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെച്ച് എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളും തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ കടന്നു വരുന്ന ആ മലക്കുകളുടെ ചോദ്യം ചെയ്യൽ പടച്ചോൻ എങ്ങനെയുണ്ടാവും? അങ്ങനെയെങ്കിൽ എൻ്റെ ഖബർ എൻ്റെ ശരീരത്തോട് എന്നെ ഇടുക്കിക്കഴിഞ്ഞാൽ എൻ്റെ അമലനുസരിച്ച്, എൻ്റെ ജീവിതം അനുസരിച്ച് എനിക്ക് വിശാലമാക്കി തരാൻ മാത്രം അമല് ഞാൻ ചെയ്തിക്കണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനിയോ അങ്ങനെ നമ്മുടെ 3ാമത്തെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. അടുത്ത പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. പടച്ചോനെ, ഈ വ്യക്തിക്ക് പടച്ചോനെ നീ പുറത്തു കൊടുക്കണേ. അതേപോലെ തന്നെ ഈ വ്യക്തിക്ക് നീ കാരണം ചെയ്യണേ. അവസാനം ഒന്നും കൂടി ഉണ്ടല്ലോ, അല്ലാഹുമ്മ ആമിൻഹു മിൻകുൽ ഫസൾ. എന്താണ്? പടച്ചോനെ നിർഭയത്തെ കൊടുക്കണേ. ഫസൾ, അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തെ പേടിപ്പെടുത്തുന്ന, ഒരിക്കലും കാണാത്ത പല കാര്യങ്ങളും അദ്ദേഹം ഖബറിന്ന് കാണും. അവിടുന്ന് അദ്ദേഹത്തിന് അതിൽ നിന്നൊരു ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഇത് ആരാ നേരിടാൻ? നിങ്ങൾ ഒന്ന് ഹൃദയത്തേക്ക്, ഞാനിങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കൊരു മിടിപ്പ് ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. അതിനർത്ഥം എന്താ? എനിക്ക് ജീവനുണ്ട് എന്നാണ്, അല്ലേ? ജീവനുണ്ടെന്നല്ല അതിനർത്ഥം. ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? ഞാൻ മരിക്കും. കുല്ലു നഫ്സുൻ ദാഇഖത്തുൽ മൗത്ത്. ഞാൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഏത് വിഷയം അവതരിപ്പിക്കുകയാണെങ്കിലും അത് ഒരുപക്ഷെ നമുക്ക് പറയാം എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്ന് പറയാം.
പക്ഷേ മരണം എന്നുള്ള വിഷയത്തിൻ്റെ പ്രത്യേകത എന്ന കാര്യങ്ങൾ അത് നമ്മളെ എല്ലാവരെയും ഒരേപോലെ ബാധിക്കുന്നൊരു വിഷയമാണ്. നമ്മൾ ആരെങ്കിലും മരിക്കാതിരിക്കോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇതിൽ നേരിട്ട് ഖബറിനുള്ളിൽ കിടക്കാതെ രക്ഷപ്പെടാവുന്ന ആരെങ്കിലും ഉണ്ടോ? മരണം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ഇത് അനുഭവിക്കേണ്ടി വരും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങളോട് ഖബർ വിളിച്ചു പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും? നമ്മളിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഖബർ പറയുന്ന ഒന്നാമത്തെ കാര്യം. എന്താണെന്ന് അറിയുങ്ങൾ? ഖബർ പറയാണ്, അന ബൈത്തുൽ വഹ്ദ, ഞാൻ നീ ഒറ്റയ്ക്ക് കഴിയേണ്ട വീടാണ്. ഞാൻ നീ ഒറ്റയ്ക്ക് കഴിയേണ്ട വീടാണ്. സഹോദരങ്ങളെ, ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി നമുക്ക് ആർക്കെങ്കിലും ഒന്ന് പനി വന്നു എന്ന് വിചാരിക്കാം. നല്ലൊരു പനി വന്നു, പേടിച്ച് വിറക്കുകയാണ്. നമുക്ക് കൂടെയുള്ള ആളുകൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യും? മരുന്ന് തരും അല്ലേ, തുണി കൊണ്ട് തുടച്ചു തരും, ആശുപത്രി കൊണ്ടുപോകും, ഇതൊക്കെ ചെയ്യൂലേ? എന്നാൽ നമ്മൾ ഖബറിൻ്റെ ഉള്ളിലാണ് ഇന്ന് രാത്രി കിടക്കണമെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ബഹുമാനനായ കുഞ്ഞാമു സാഹിബ് അദ്ദേഹം ഇന്നലെ രാത്രി കൂട്ടുകുടുംബങ്ങളുടെ കൂടെയാണ് പരിചരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടാവും അല്ലേ? നാളെ രാത്രിയോ തനിച്ച് കിടക്കണ്ടേ? അദ്ദേഹത്തിന് മാത്രമുള്ളതാണോ? നമുക്കുള്ളതാണ്. അങ്ങനെ ആ ഖബറിൽ തനിച്ച് കിടന്ന് പ്രയാസം അനുഭവിക്കുമ്പോൾ കൂടെ ആരെങ്കിലും വരുമോ? ഭാര്യ പറയാണ്, എനിക്കെൻ്റെ ഭർത്താവിനെ പിരിയാൻ കഴിയും, ഞാനും കൂടി കിടക്കട്ടെ, പറ്റുമോ? ഉപ്പ പറയാണ്, എൻ്റെ കുട്ടി ഇത്രയും കാലം ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല, ഞാനും കൂടെ പോയി കിടക്കട്ടെ, പറ്റുമോ? പറ്റൂല. കണ്ടോ? അന ബൈത്തുൽ വഹ്ദ, നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കണം. സ്വന്തം വീട്, എൻ്റെ വീട്. രാത്രി 2 മണി കരണ്ട് പോയി, ഞാൻ എണീച്ച് നോക്കിയപ്പോൾ ആരും കാണുന്നില്ല. പുറത്തൊരു ശബ്ദം കേട്ടു. പുറത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, ആരും വിളിച്ചിട്ട് കേൾക്കും. കുരാക്കുരിട്ട 2 മണിയാണ് സമയം. നമ്മളിൽ എത്ര ആൾക്കാർ പുറത്തിറങ്ങും? സ്വന്തം വീടിൻ്റെ മുറ്റത്തേക്ക് എത്ര ആൾക്കാർ ഇറങ്ങാൻ പറ്റും? നമുക്ക് പേടിയാണ്. നമുക്ക് എന്തിനാണ് പേടി? ഇരുട്ടിനെ പേടിയാണ്. സ്വന്തം വീട്, താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്ത പല ആളുകൾ. പക്ഷെ നമ്മൾ എവിടെ കിടക്കണം? ഖബറിൻ്റെ ഉള്ളിൽ ഒറ്റക്ക് കിടക്കണം. അന ബൈത്തുൽ ഉർബ, ഞാൻ നിനക്ക് പരിചയമില്ലാത്ത വീടാണ് കേട്ടോ. ഞാൻ നിനക്ക് പരിചയമില്ലാത്തൊരു വീടാണ്. നിനക്ക് പരിചയമില്ല. ഇപ്പോൾ ഇതിൽ ആണുങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ ഖബറിൽ മയ്യത്തിൻ്റെ കൂടെ പോകുന്ന ആളുകളാണ്. നമ്മൾ ഖബറടക്കപ്പോൾ പറയലില്ലേ, അവിടെ വേരുണ്ട്, ഖബറൊരു വീതിയൊക്കെ സൗകര്യം, ഖബർ ഇടുങ്ങിയതാണ്, അവിടുത്തെ ഖബർ പാറ പൊട്ടിച്ച് നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ പറയും. എന്നാൽ എൻ്റെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ്? കാണുമോ? എന്താ കാരണം? ഞാൻ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ഖബർ കുഴിക്കുള്ളൂ. കണ്ടോ? ഞാൻ മരിച്ചതിന് ശേഷമാണ് എൻ്റെ ഖബർ കുഴിക്കുള്ളൂ. ഖബർ പറയാണ്, നീ പോകാൻ പോകുന്നത് ഇതിനു മുമ്പ് നീ കണ്ടിട്ടില്ലാത്തൊരു വീട്ടിലേക്കാണ്. മൂന്നാമത് എന്താ ഖബർ പറയണത്? അന ബൈത്തു തുറാബ്, ഞാൻ മണ്ണിൻ്റെ വീടാണ് കേട്ടോ. ഈ നാട്ടിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള വ്യക്തി, സമ്പന്നനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം മരിച്ചു എന്ന് വിചാരിക്കാം. മരിച്ചാൽ അദ്ദേഹത്തെ എവിടെ കൊണ്ടുപോയിട്ട് കിടത്തുക? പൊത്തുമത്തേക്ക് എടുത്തോ? ഇല്ല, മണ്ണിലാണ്. ഈ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ഭിക്ഷ നടത്തുന്ന ഒരാൾ മരണപ്പെട്ടു, അയാൾ മരിച്ചാലോ? അയാളും കിടക്കുന്നത് മണ്ണിലാണ്. അന ബൈത്തു തുറാബ്, ഞാൻ മണ്ണിൻ്റെ വീടാണ്. ഇനിയോ അന ബൈത്തു ദൂത്, ഞാൻ പുഴുക്കളുടെ വീടാണ്. നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ മരിച്ചു കിടന്നു, ആരെങ്കിലും വരാൻ വേണ്ടി കാത്തിരുന്നാൽ കുറച്ചു നേരം വൈകിപ്പിച്ചെന്ന് വിചാരിക്കാം. എല്ലാ മയത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, തൊലി കറുത്ത നിറമാകും. ഉണ്ടോ? ശരീരം ചെയ്യാൻ തുടങ്ങും, വയറ് വീർക്കാൻ തുടങ്ങും. നമ്മൾ ചാവിയോ അങ്ങനെ വെയിറ്റ് ഉള്ളതൊക്കെ വെക്കാറുണ്ട്, വെയിറ്റ് തൂങ്ങാൻ തുടങ്ങും. ശരീരം ചെയ്യാൻ തുടങ്ങും, പൊട്ടാൻ തുടങ്ങുമെന്നാണ്. നമ്മളെ ഖബറിലേക്ക് എത്തി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ കണ്ണിൻ്റെ ഭാഗത്ത് പൊട്ടിയിട്ട് ഇവിടെ ഓട്ട മാത്രമേ ആകും. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നറിയോ? ശരീരത്തിൻ്റെ വായിലേക്ക് പുഴുക്കൾ ഉള്ളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? പുഴുക്കൾ മൂക്കിൻ്റെ ദൂരത്തിലൂടെ, വയറിൻ്റെ ദൂരത്തിലൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങും. ശരീരത്തെ തിന്ന് മണ്ണിനോട് ചേർക്കും. അന ബൈത്തു ദൂത്, ഞാൻ പുഴുക്കളുടെ വീടാണ്. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. എന്താണെന്നറിയാം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നാളെ വൈകുന്നേരം അസർ സമയത്ത് നമ്മളെ വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരു പൂച്ച വന്നിട്ട് എന്ത് ചെയ്തു? ഒരു തുമ്പിയെ ചവിട്ടി. തുമ്പി നിസ്സാരമായ ജീവിയാണ്. തുമ്പിയെ ചവിട്ടി, തുമ്പി നിലത്ത് കിടക്കുന്നു. അസർ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആളായിരുന്നു നമ്മൾ. കുറച്ചു നേരം അതിങ്ങനെ നോക്കി നിന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചത്ത് കിടക്കുന്ന ഒരു തുമ്പിയാന്ന് വിചാരിക്കാം. ആ തുമ്പിയുടെ ശരീരത്തിൽ എന്ത് വരാൻ തുടങ്ങും?
ഉറുമ്പ് വരാൻ തുടങ്ങും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതേ തുമ്പി ജീവനോട് കൂടിയിട്ടാണ് അവിടെ കിടന്നതെങ്കിലോ? ജീവൻ ഉണ്ടായിരുന്നു അവിടെ കിടക്കുമ്പോൾ, തുമ്പി മരിച്ചിട്ടില്ല. ഉറുമ്പ് വരുമോ? ഇല്ല. അപ്പൊ ചത്തതിനെ തേടി, ജീവനില്ലാത്തതിനെ തേടി അതിൻ്റെ അവകാശികൾ വരും. സഹോദരങ്ങളെ, നമ്മുടെ ശരീരവും ഖബറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിനെ തേടി പലരും വരാനുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരം മണ്ണിനോട് ചേർന്ന് അവസാനിക്കാനുള്ളതാണ്. അൽ ഹാക്കു മുത്തകാസുർ. എനിക്കൊരുപാട് സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, അധികാരമുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മളിൽ അഹങ്കാരം വരാറുണ്ട്. ഒന്നും സംഭവിക്കൂല, ഞാൻ എല്ലാ ചെക്കപ്പും നടത്തിയതാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാറ് ആളുകളുണ്ട്. ഞാൻ എല്ലാ ടെസ്റ്റ് നടത്തി, എനിക്കൊരു കുഴപ്പമില്ല എന്ന് അഹങ്കാരത്തോട് പറയുന്ന ആളുകളുണ്ട്. എൻ്റെ ബോഡി ഫിറ്റാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അൽ ഹാക്കു മുത്തകാസുർ. നിന്റെ അഹന്ത നിന്നെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മക്കാബിർ. ഇതൊക്കെ എവിടെ വരെയുള്ളൂ? ഖബറിലേക്ക് എത്തുന്നവരെ. നിന്റെ എല്ലാ അധികാരവും സൗകര്യങ്ങളും നിന്റെ ആരോഗ്യവും എല്ലാം ആ ഖബറിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഇല്ലാതെയാകുമെന്ന. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് പടച്ചിറപ്പ് നിശ്ചയിച്ച അവധി എത്തിയാൽ അവസാനിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതമെന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. ഈ ഇരിക്കുന്ന ആരെങ്കിലും അത് രക്ഷപ്പെടൂല. കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യുമെന്ന് റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, 2 തരത്തിലാണ് ശരീരത്തിൽ റൂഹ് അവസാനിക്കുക. 2 തരത്തിലാണ്. ഒന്നാമത്തെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു. ഒരു ജഗ്ഗിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് വളരെ എളുപ്പത്തിൽ അതിലേക്ക് എത്തും. അല്ലെങ്കിൽ ഒരു തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെയാണ്. ആ വെണ്ണ അതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടാകും. ഇതേപോലെയാണ് നല്ല ആത്മാവ് യാത്രയാകുക. എന്നാൽ നേരെ മറിച്ച് അവിശ്വാസിയായിട്ടുള്ള ഒരു ആത്മാവ് സഞ്ചരിക്കുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എങ്ങനെയാണ്? ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ട്, ഒരു പഞ്ഞിയുടെ കെട്ടാണ്, 4 ഭാഗത്തും കൊളത്തുകളുള്ള ഒരു കമ്പി. അതിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്താൽ നല്ലപോലെ പോരോ? ഇല്ല. ആ പഞ്ഞിക്കെട്ടിനെ കീറി മുറിച്ചിട്ട് പുറത്തേക്ക് പോരാം. അതല്ലെങ്കിൽ ഒരു മുളക്കൂട്ടത്തിനുള്ളിൽ അകപ്പെട്ട ഒരു തുണിക്കഷ്ണം പുറമേന്ന് വലിച്ചാൽ കീറി പറഞ്ഞ് പുറത്തേക്ക് പോരും. ഇതേപോലെയാണ് അവിശ്വാസിയായിട്ടുള്ളത്, മോശക്കാരനായിട്ടുള്ള ഒരാളുടെ ആത്മാവ് ശരീരത്തിന് പുറത്തേക്ക് വരികയെന്ന്. സഹോദരങ്ങളെ, ഈ ലോകത്ത് മരണപ്പെട്ട ആളിൽ വെച്ച് ഏറ്റവും സുഖകരമായിക്കൊണ്ട് പ്രയാസമില്ലാതെ മരണപ്പെട്ട വ്യക്തി നമ്മുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും? ഏറ്റവും പ്രയാസമില്ലാതെ, അള്ളാഹു ഏറ്റവും എളുപ്പത്തിൽ വേദനയില്ലാതെ മരണപ്പെടാൻ അവസരം നൽകിയ വ്യക്തി ഒരു പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ചരിത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സമയത്ത് സുഖമില്ലാതെ പ്രയാസപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് തുണി നനച്ചുകൊണ്ട് തലയും നെറ്റിയും തുടച്ചു കൊടുക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം വരുന്നുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകം വളരെ പ്രസിദ്ധമാണ്. ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ്. ഉഹ്ദ് യുദ്ധത്തിൽ തല പൊട്ടി, പല്ല് പൊട്ടി, ചോര ഒലിച്ച സന്ദർഭത്തിലും കരയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ തന്നെ ശത്രുക്കളുടെ പല പീഡനങ്ങളും യാതനകളും ഉണ്ടായ സമയത്ത് ആ വേദന എല്ലാം സഹിച്ച് കരയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നലിൽ മൗത്തി സക്കറാത്തുൻ ആയിഷ. മരണത്തിന് വല്ലാത്ത വേദനയാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത വേദന സഹോദരങ്ങളെ മരണത്തിനുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ദുനിയാവിൽ സക്കറാത്തിൻ്റെ വേദന അനുഭവിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് പോകേണ്ട അവസ്ഥ നമുക്കുണ്ടാവും. ഇനി പല ആളുകളും ചിന്തിക്കും, ഇതൊക്കെ ഞാൻ എങ്ങനെയായിരിക്കും മരിക്കാന്നറിയോ? എൻ്റെ ഭാര്യ ഉണ്ടാകും, എൻ്റെ ഭർത്താവ് ഉണ്ടാകും, അവർക്ക് എൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു തരും, ആ വെള്ളം ഞാൻ കുടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുമെന്നായിരിക്കും പല ആൾക്കാരും ധരിക്കുന്നുണ്ടാവുക. ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ തൃത്താലയിൽ MSMൻ്റെ കുറച്ച് മുമ്പ് ഒരു പ്രോഗ്രാമിന് വേണ്ടി തൃത്താലയിലേക്ക് പോവുമായിരുന്നു. അങ്ങനെ എടപ്പാളിന് തൊട്ട് മുമ്പ് കണ്ടനകം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വല്ലാത്ത ബ്ലോക്ക് ഉണ്ടായി. അങ്ങനെ ബ്ലോക്ക് ഉണ്ടായപ്പോൾ ബസ്സുകാർ പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകില്ല, എടപ്പാളിലേക്കുള്ള ആളുകളാണെങ്കിൽ ഇറങ്ങി നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി നടന്ന് പോകുന്ന വഴിയിൽ ആ ബ്ലോക്കിന് മുമ്പിലേക്ക് എത്തിയപ്പോൾ ഒരു ബൈക്കും ആ ബസ്സും കൂട്ടിയിടിച്ച ഒരു അപകടമാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ സമയം വരെ ഒരു ആക്സിഡൻ്റ് ആയത് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കാണാനുള്ള കൗതുകത്തോടു കൂടി അതിന് മുമ്പിലേക്ക് പോയി നോക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ബൈക്ക് ഓടിച്ച ആൾ
അവിടെ ഒരു ഭാര്യ ഭർത്താവുമാണ് ബൈക്കിൽ പോയിരുന്നു. ബൈക്ക് ഓടിച്ച ആള് തലയിൽ കൈ വെച്ച് ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട്. ചുറ്റുഭാഗം ആളുകൾ കൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ബാക്കിൽ ഇരുന്നത്. ഭാര്യ കിടക്കണ എവിടെ നിന്നറിയോ? ഭാര്യ കിടക്കുന്നത് ബൈക്കിൻ്റെയും അതേപോലെ തന്നെ ബസ്സിൻ്റെ ടയറിൻ്റെയും ഇടയിലാണ്. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് റോഡിൽ ഞാൻ കണ്ടൊരു കാഴ്ച, ഞാൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ്. നമ്മളെ കറുത്ത റോഡിൽ ചുവന്ന ഇറച്ചിയും കറുത്ത മുടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് റോഡിൽ അരഞ്ഞു കിടക്കുന്നൊരു ഭാഗം കണ്ടു. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ ധാരാളം മുടിയും ഇറച്ചിയുമുള്ള ഭാഗം ഏതായിരിക്കും? നമുക്ക് ചിന്തിക്കാം, തലഭാഗമായിരിക്കും. അപ്പോൾ ഈ ബസ് ഇടിച്ചിട്ട് ആ ടയറിൻ്റെ ഭാഗം തട്ടിയിട്ട് ആ സ്ത്രീയുടെ ഭാഗം ഉരഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് മൂടിയിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൈ മാത്രം പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ കൈ ബ്ലൗസ് ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. നമുക്ക് എന്ത് മനസ്സിലായി? ഒരു മുസ്ലിം സ്ത്രീ ആയിരിക്കും ഫുൾ കൈ ബ്ലൗസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ കയറുമ്പോൾ ഞാനൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കൾ വിളിക്കും, ഉപ്പാ മിഠായി കൊണ്ടുവരണം കേട്ടോ, അല്ലെങ്കിൽ വേറെ കൊണ്ടുവരണം, ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരാൻ ആവശ്യപ്പെടും. അങ്ങനെ ഉപ്പാൻ്റെയും കൂടെ ഉമ്മ വീട്ടിൽ നിന്ന് എടപ്പാളിൽ നിന്ന് വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ആ മക്കൾ വിളിച്ചിട്ടുണ്ടാവും, ഉമ്മ ഇന്നത് വരുമ്പോൾ ഇന്നത് കൊണ്ടുവരണം കേട്ടോ, മിഠായി കൊണ്ടുവരണം, നോട്ട് ബുക്ക് കൊണ്ടുവരണം എന്ന് വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച കാര്യം എന്ന് പറയാം, ആ ഫോണിലൂടെ ഉമ്മ എന്ന വിളി കേൾക്കുമ്പോൾ ആ ഉമ്മാക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല ഇനി എൻ്റെ മോളുടെ വിളി അവസാനമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്, ഇനി എൻ്റെ മോളടുത്തേക്ക് ഞാൻ ഒരിക്കലും എത്തൂല എന്നുള്ളത് ആ ഉമ്മാക്ക് മനസ്സിലായില്ല. തിരിച്ച് മോളെ എന്ന് വിളിക്കുമ്പോൾ ആ മകൾക്ക് മനസ്സിലായില്ല എൻ്റെ ഉമ്മാനെ ഏറ്റവും അവസാനമായിട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ വിളി ഞാൻ കേൾക്കുന്നത് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മൾ മരിക്കണതിന് തൊട്ടുമുമ്പ് പോലും ഒരിക്കലും വിചാരിക്കൂല നമ്മൾ മരിക്കുമെന്നുള്ളത്. അങ്ങനെ നമ്മളോടൊരു സമ്മതം ചോദിക്കാതെ അപ്രതീക്ഷിതമായിക്കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനവും ഒഴിവാക്കി നമ്മുടെ എല്ലാ ബന്ധങ്ങളും, സ്നേഹബന്ധങ്ങളും രക്തബന്ധവും ഒക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന വിളിയോട് കൂടിയിട്ടാണ് മരണം നമ്മളിലേക്ക് ഓടിയെത്തുക. ആ മരണത്തിന് മുമ്പ് അള്ളാഹു നമുക്ക് തന്നുള്ള സമയം അത് വളരെ വിലപ്പെട്ടതാണ്. ഈ റമദാനിൽ ജീവിക്കാൻ ലഭിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യമായി നമ്മൾ കാണണം. കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഴപ്പവുമില്ലാത്ത പല ആളുകൾ ഈ റമദാനിന് തൊട്ട് മുമ്പ് മരിച്ചുപോയി. നമ്മൾ ഈ റമദാനിൽ ജീവിക്കുന്നു, നമുക്ക് എന്ത് ഉറപ്പാണുള്ളത് അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകും. നോമ്പെടുക്കാൻ ഫൈസൽ നന്മയുടെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരാൾ ഷഹീദായ ആളെക്കാളും പദവി കൂടിയത് റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയെന്നുള്ളതിലാണ്. സഹോദരങ്ങളെ, അടുത്ത റമദാനിൽ നമുക്ക് ജീവിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന നിലക്ക് ഈ റമദാനിൽ ജീവനോട് കൂടിയിട്ട് അള്ളാഹു ആയുസ്സും ആഫിയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ റമദാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി റമദാനിനെ ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ഏറ്റവും ഭംഗിയായി ചിട്ടയായിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.